AK അഭിലാഷ്, PV അൻവറിന്റെ അഭിഭാഷകന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? എപ്പോഴേക്കായിരിക്കും ജാമ്യാപേക്ഷ മൂവ് ചെയ്യുക? AK അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺകുമാർ, ഞാനിപ്പോഴുള്ളത് നിലമ്പൂരിൽ ഒതായിലെ PV അൻവറിൻ്റെ വീടിന് മുമ്പിൽ തന്നെയാണ്. കാരണം ഇന്നലെ വളരെ നാടകീയമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വീട് കൂടിയാണിത്. കാരണം DSP ബാലേന്ദ്രൻ്റെ നേതൃത്വത്തിൽ 120ഓളം പോലീസുകാർ ഇവിടെ എത്തുകയും PV അൻവറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ നേരത്തെ മുബഷീർ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം അറസ്റ്റിന് വഴങ്ങാൻ തയ്യാറായിരുന്നില്ല. പിന്നീടാണ് താൻ ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ അറസ്റ്റ് വഴങ്ങും എന്നുള്ള കാര്യം അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇന്നലെ വലിയ തരത്തിൽ നാടകീയ രംഗങ്ങൾ, അതായത് അറസ്റ്റ് ചെയ്തു പോകുമ്പോഴുള്ള വളരെ നാടകീയമായ രംഗങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ വലിയ തരത്തിൽ പ്രതിഷേധിക്കുകയും അതോടൊപ്പം തന്നെ മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നേക്ക് വരുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ റോഡ് ഉപരോധിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലേക്കൊരു പ്രക്ഷോഭം ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഹർത്താൽ അടക്കമുള്ള നടപടികളിലേക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാവുകയും ചെയ്തു. പക്ഷേ പ്രതിഷേധങ്ങൾ ഉണ്ടാവും.